നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട്. നമുക്കിന്ന് കോളിഫ്ലവർ കൊണ്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കാം. കോളിഫ്ലവർ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 സ്പൂൺ മൈദ, 2 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ അരിപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് അത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അവ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കത് നുറുക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് സവാള ഒരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ കാപ്സിക്കവും മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്കത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഒന്ന് മുരിച്ചെടുക്കാം. കോളിഫ്ലവർ നന്നായിട്ടൊന്ന് വേവണം. നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് അതൊന്ന് കോരി മാറ്റാം. നമുക്ക് കോളിഫ്ലവറെല്ലാം വറുത്തെടുത്ത ആ എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.